ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ നേരെ പി സിക്ക് ആയിക്കാണ്. ഒട്ടും സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. നമ്മൾ പി സിക്ക് ആയിക്കാണ്. സൈൻ റാഷ്ഫോർഡ് രണ്ടാൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ സൈൻ റാഷ്ഫോർഡിന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരുത്ത ഫെറാൻ ടോറസിനെ സെല്ല് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കും സെല്ല് ചെയ്യാണെന്ന് തോന്നിയിട്ടില്ല, ആട് നല്ലതായിരുന്നു. പിന്നെ സമൂനെ ബാക്ക് ചെയ്തിട്ട് ഫെറാൻ റാഷ്ഫോർഡിനെ ഫ്രണ്ട് കാറ്റെടുത്താൻ പറഞ്ഞിരുന്നു. അത് നമ്മൾ ചെയ്യും, എന്തായാലും നമ്മൾ ചെയ്യും, ഉറപ്പല്ലേ. അപ്പം നമ്മൾ അടുത്ത കമൻറ്റ് എന്ന് വെച്ചാൽ ഒരു ക്രിയേറ്റ് ക്ലബ്ബ്, അത് ഞാൻ എന്തായാലും ചെയ്യും. വേറെ ഇഷ്ടംപോലെ കമൻസ് ഉണ്ട് നമുക്ക്. ഇല്ല, വേറെ ഇഷ്ടംപോലെ ഒന്നുമില്ല. പിന്നെ വലിയ വ്യൂസും കിട്ടുന്നൊന്നുമില്ല. ഒരു 5 ലൈക്ക് ചെയ്യാൽ അടുത്ത എപ്പിസോഡ് ഞാൻ വേഗം ഇറക്കും. അപ്പോൾ ഓക്കെ, നമുക്ക് റാഷ്ഫോർഡിനെ സൈൻ ചെയ്യാം. ഓക്കെ, റാഷ്ഫോർഡ് എന്തായി ടീമിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ റാഷ്ഫോർഡിനെ സൈൻ ചെയ്തു. ഇനി നമുക്ക് ഓനെ സ്റ്റാർട്ടിങ്ങിൽ ഇടുക. സ്ട്രൈക്കർ കളിക്കുന്നതുകൊണ്ട് രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടെ പവർ വിക്ടർ അപ്പോഴത്തേക്ക് സൈഡായി. പിന്നെ സ്ക്വാഡ് എന്തായാലും സെറ്റായ സ്ഥിതിക്ക് നമുക്ക് ഈ സീസൺ ഈ എപ്പിസോഡിൽ തന്നെ എൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് ഇഷ്ടം പോലെ മാച്ചിട്ടില്ല, പ്രശ്നം. എന്തായാലും ഒരു അടുത്ത എപ്പിസോഡ് എന്തായാലും ഞാൻ ഈ സീസൺ എൻഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. നല്ല കീപ്പറാട്ടെ. അടുത്ത സീസണിലേക്ക് നല്ല കീപ്പറിനേക്കാൾ തോന്നില്ല. ഇവൻ്റെ ജേഴ്സി അടിച്ചിട്ടില്ല, ഇവൻ്റെ ജേഴ്സി മാറ്റാൻ നോക്കും. അതായിരിക്കും നല്ല, ഇവൻ്റെ ജേഴ്സി മാറ്റാൻ നോക്കും. 45 തൽക്കാലത്തേക്ക് ഇടിയിപ്പിച്ചാണ് ഒരു കളി കളിക്കുമ്പോഴേക്കും ജേഴ്സി നമ്മൾ എന്തായാലും മാറ്റുന്നതായിരിക്കും. ജേഴ്സി നമ്പർ 1 ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ പോലും. ഞാൻ പറഞ്ഞ 16 നമ്പർ മതി എന്നാണ്. ജോഹാൻ ക്രൈഫ് എഫക്റ്റ്. നമുക്ക് അടുത്ത ചാൻസ് കിട്ടിയിട്ടുണ്ട്. റഫീനിയ ഫസ്റ്റ് റാഷ്ഫോർഡ് ഒരു വിന്നർ തന്നെയാണ്, ഇടിവില്ല. ബാക്ക് ടു ബാക്ക് സേഫ്. സമയം ഉണ്ടായി ഇറക്കണം, അല്ലെങ്കിൽ അതൊരു നഷ്ടക്കച്ചവടം. നമ്മൾ സൈൻ ചെയ്ത് വെറുതെ ആവും. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ടറെ വരുത്തിക്കാം. നമ്മളെന്തായാലും ഫെർമീനെയും ഗാരിനെയോ ഓരോരോ കളി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിപ്പിക്കും. കാരണം ഫെർമീൻ ലോപ്പസും കളിക്കും. പിന്നെ നമ്മളെന്തായാലും ടോറസിന് അത്ര ചാൻസൊന്നും കൊടുക്കത്തില്ല. സ്വന്തം ബെഞ്ചിനായിരിക്കും ഉണ്ടാവുക. അതായത് ചാമ്പ്യൻസ് ലീഗ് മാച്ചിൽ നമ്മളെന്തായാലും റാഷ്ഫോർഡ് അങ്ങനെ നടക്കില്ല. ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിൽ ഇവിടെ ഫസ്റ്റ് മാച്ച് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇറക്കില്ല. ഞാൻ പറഞ്ഞിട്ട് എന്തായാലും ഇറക്കിയേ പറ്റും. സ്ട്രൈക്കറായിട്ടാണ് നമ്മൾ നടത്തിക്കുന്നത്. നമുക്ക് എന്തായാലും അടുത്ത മാച്ച് കളിക്കാം. ആൻഡ് ദ മാച്ച് ഈസ് ഓവർ. റാഷ്ഫോർഡിൻ്റെ ഫസ്റ്റ് ഗെയിം ആൻഡ് ഫസ്റ്റ് ഹാട്രിക്. ഗൈസ്, ജുവൻറ്റസ് സീനാട്ടാ. ഹാഫായപോലെ ജുവൻറ്റസിൻ്റെ സ്റ്റാറ്റ്സ് അവിടെ ജുവൻറ്റസിന് കൊടുത്തത് ഭയങ്കര നഷ്ടമായിപ്പോയാടാ. അത് മേ ബി ചാമ്പ്യൻസ് ലീഗിൽ നമുക്ക് മേ ബി ഒരു വലിയ കളിയായിരിക്കും. നമുക്ക് എന്തായാലും 16 നമ്പർ കൊടുക്കാം. റാഷ്ഫോർഡ് 30 വാങ്ങണം, വേണ്ട 16 കൊടുക്കാം. 16 ആരാ? ആദ്യം 16 നമ്പർ ജേഴ്സി എടുത്തോണ്ടേ നോക്കട്ടെ. പാബ്ലോ ഉണ്ട് അടുത്ത, എനിക്കൊരു 20 അറ്റം കൊടുത്തു. പാബ്ലോക്ക് 20 നമ്പർ കൊടുത്തു. നമ്മൾ മാർക്കസ് റാഷ്ഫോർഡിന്
നമ്മൾ 16 നമ്പർ കൊടുക്കാൻ പോവാണ്. മാർക്കസിന് 20 കൊടുത്താൽ മതിയായിരുന്നു. പക്ഷേ മാർക്കസിന് മതി ആൾക്കാർക്ക്. നമ്മളെന്താ ടോറസിന് ഇറക്കാം, ഫെർമീനെ ഇറക്കാം. പിന്നെ നമ്മൾ പറയും മെയിനായിട്ടൊന്നും ചെയ്യുന്നില്ല മാറ്റങ്ങൾ. പിന്നെ നമ്മൾ അടുത്ത മാച്ച് ലിവർപൂളിനെതിരെയല്ല, ഇല്ലെങ്കിൽ നമുക്ക് 0-നെതിരെയുള്ള മത്സരം കളിക്കാം. ബാർസലോണ വേഴ്സസ് ജിറോണ. ചാൻസ് കിട്ടി. മാർക്കസ് രാഷ്ഫോർഡ് പകുതിക്ക് വെച്ച് വന്നതാണെങ്കിലും നമുക്കവരെ നല്ല വിളിച്ചു. റിയൽ ലൈഫ് ട്രാൻസ്ഫർ ബേസും നമ്മൾ നടത്തുന്നതായിരിക്കും. കാരണം നമുക്കതൊരു നോക്കുന്നേരം ഈ എല്ലാവരും വേഗം തുടർന്നായാലോ. നമുക്ക് ഒരു ഗോളും കൂടി അടിച്ച് ലീഗെടുത്തിട്ട് സമൂഹക്കൊരു ചാൻസ്. മാർക്കസ് 7 നമ്പർ കൊടുക്കുക നിങ്ങളുടെ ഒരു അഭിപ്രായം പറ. ബാക്കോട്ടേക്ക് പോയിട്ടല്ലേ ഫസ്റ്റ് റാഫിഞ്ഞ മാർക്കസ് അടുത്ത സീസണിൽ നമുക്ക് 7 നമ്പർ കൊടുക്കാം അല്ലേ? 16 കൊടുക്കാം. ഭാവിയുള്ളതുകൊണ്ട് ഗോളായി. ആരാ അടിക്കുന്ന ഗോളല്ലേ? ഓക്കെ, നമുക്ക് സമയത്ത് ചാൻസ് കൊടുക്കാം. ഓക്കെ, ഇല്ല കഴിഞ്ഞിട്ടില്ല. ഗാർസിയ മാൻ, സമൂ ആൻഡ് അൻസു ഇറങ്ങിക്കോട്ടെ. പിന്നെ നമ്മൾ ഫെഡറേൻ ക്യാപ്റ്റൻ നോക്കി. പിന്നെ നമ്മൾ കുബാർസിനെ ഇറക്കുകയാണ്. വേറൊരു മാറ്റം എത്തിക്കുന്നില്ല. ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് വേറെ സീരീസിൽ എന്തായാലും എനിക്കാവും 2 സീസൺ ഒരു ഗാവിനെയും കൂടി ഇറക്കാം. ലാസ്റ്റ് ആയതുകൊണ്ട് ലാസ്റ്റിൽ ഗാവിനെ ഇറക്കിയിട്ട് കാര്യമൊന്നുമില്ല. ചെറിയ കാര്യം ഉണ്ടായിട്ടാണ്. സമൂക്കല്ല 9 കൊടുത്ത് സമൂടിച്ചു. നമ്മൾ 5 മിനിറ്റ് കളി തീർത്തിട്ടില്ല. ലാസ്റ്റായിട്ട് 6 ഗോളും കൂടി അടിച്ച് നമ്മളുടെ ഗാവി പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം കളിച്ചിട്ട് അപ്പോൾ നമ്മളെന്തായാലും മാച്ച് കളിക്കാൻ പോവാണ്. ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 എത്തുമ്പോഴേക്ക് ഈ എപ്പിസോഡ് നമുക്ക് ആയിരിക്കും. ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16 ഉറപ്പിച്ച് കഴിഞ്ഞിട്ടാണ് ഈ എപ്പിസോഡ് വന്നിട്ടുള്ളത്. ചൈനൊരു ഗോൾ അടിച്ചു. ലിവർപൂളിൻ്റെ അടുത്ത അറ്റാക്കാണ്. പിടിക്ക്. ഓക്കെ, വെച്ചുകൊണ്ട് നൈസ്. ബാർസലോണൊക്കെ ലിവർപൂൾ നല്ല അറ്റാക്ക് ചെയ്ത് കളിക്കുന്നുണ്ട്. കളിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ പാബ്ലോ ടോറോ സാമുൻ്റെ ഷോട്ട് 2-1. പ്ലീസ് അടിക്കാൻ ബാർസലോണ അറിയാൻ നമ്മുടെ ഗോള് മാർക്കസ് നമ്മളെന്തായാലും ഇവന് പിന്നെ പെഡ്രീനെ ഇറക്കണമെന്നുണ്ട്. പക്ഷേ വീട്ടിനെ ഇറക്കുന്നില്ല. മെയിൻ മാച്ചായിട്ട് ഇങ്ങോട്ട് റെസ്റ്റ് കൊടുക്കുന്നതിൻ്റെ റീസൺ
ഇതിൽ അങ്ങോട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. നമുക്ക് കുറച്ച് കളി റെസ്റ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ബേണൽ ഇറക്കുക, വേറെ നേർക്കുന്നുണ്ട്. അതിൽ കളി പൊട്ടി, അതിൽ ഉറപ്പിച്ചു 3-1. ഓക്കെ, 3 കളി കൂടി കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. ഞാൻ ഫെർമിൻ്റെ മാച്ച്. ഓക്കെ, നമ്മളതായി മാർക്കസ് റാഷ്ഫോർഡിനെ വീണ്ടും ഇറക്കുകയാണ് സ്റ്റാർട്ടിങ്ങിൽ. ഈ മാച്ച് ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്, കളിക്കുന്നില്ല. ഓക്കെ, സ്കിപ്പ് ചെയ്താലും നമ്മൾ ജയിക്കുന്നതായിട്ട് ഉറപ്പിച്ച്. പക്ഷേ സാമു കടന്ന് കിട്ടാനിട്ട് ഈ മാച്ചും കൂടി ഞാൻ സ്കിപ്പ് ചെയ്യുകയാണ്. കഴിഞ്ഞിട്ടുള്ള 2 മാച്ച് ഞാൻ കളിക്കണം. ഓൾമോസ്റ്റ് 20 മാച്ച് കഴിഞ്ഞല്ല. നമ്മളെന്തായാലും ചാമ്പ്യൻസ് ലീഗിൻ്റെ ഈ ഒരു മാച്ച് സ്കിപ്പ് ചെയ്യുകയാണ്. ബിക്കോസ് ടീമെല്ലാം പറഞ്ഞ ഏതെങ്കിലും ക്ലബ്ബുമായിട്ടാണ് കളിക്കുന്നത്. നമ്മളെന്തായാലും കുറേ മാച്ചസ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാച്ച് കളിക്കാം. സാമു ഇറങ്ങിക്കോട്ടെ, പാവാണ്. പിന്നെ റാഷ്ഫോർഡും റിസർവിലിരുന്നോട്ടെ. പിന്നെ നമ്മളൊരു മാറ്റമാണ്. പിന്നെ നമ്മൾ ഇന്നീഗോ ഇറക്കുന്നുണ്ട്. എന്തായാലും ഈ സ്കോഡും വെച്ചിട്ട് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ആർസെനലായതുകൊണ്ടൊന്നും പറയാനും പറ്റില്ല. പിന്നെ 7ാമത്തെ മാച്ചും കൂടിയാണ്. മാച്ച് ഈ സീസണിൻ്റെ എല്ലാ മാച്ചും നടക്കും. ആദ്യത്തെ മാച്ച് നമുക്ക് ചാമ്പ്യൻസ് ലീഗിലെ റൗണ്ട് ഓഫ് 16 ഒക്കെ ഞാൻ പോകും. എന്തായാലും ക്ലാസ്സിൽ ഉണ്ടാവില്ല കാണിക്കും. ഇല്ലാണ്ട് കാണിക്കാണ്ട് പറ്റില്ലല്ലോ. പിന്നെ ആർസെനൽ കുറച്ച് ടഫായിരിക്കും. ഒക്കെ തോന്നുന്ന ടഫായിരിക്കും എന്നാണ് ഇതെന്തായാലും എടുക്കാൻ പറയുന്നത്. 20-നെയാണ്. സമീൻ്റെ വാസ് അസിസ്റ്റിലാണ് ഹാമോളൊക്കെ ഈസി. ഓക്കെ റൊണാൾഡോ ബുക്സൈ. നമ്മൾ ഇറക്കുന്നതെന്ന് വെച്ചാൽ പവോ വിക്ടറിന് ചാൻസ് കൊടുക്കുവാണ്. അൻസു ഫാറ്റിക്ക് ഈ മാച്ച് ചാൻസ് കൊടുക്കുന്നത്. നമുക്ക് അടുത്ത ചാമ്പ്യൻസ് ലീഗിലെ ഹെയാനോട് അങ്ങനെ എന്തോ പേരുള്ള ഒരു ടീമുണ്ട്. അതൊക്കെ അനുസരിച്ച് നമ്മളെ 2 ക്യാപ്റ്റൻസാണ് പറയുന്നത്. നമ്മുടെ ഡെക്ലൻ റൈസിൻ്റെ ഫ്രീ കിക്ക് നമ്മളുടെ ഗാർസിയ സേവ് ചെയ്തിട്ടുണ്ട്. ഗാർസിയ സീനാട്ടോ. ലാസ്റ്റ് മിനിറ്റിൽ ആർസെനലിൻ്റെ അറ്റാക്ക് ഗാർസിയ സീന്. ജോൺ ഗാർസിയ നല്ല ലാഭായിട്ട് നമ്മൾ എന്തായാലും ക്വാളിഫൈ ഞാൻ ഉറപ്പിച്ച്. എന്നാലും അടുത്ത മാച്ച് കളിക്കുന്നില്ല നമ്മൾ ക്വാളിഫൈ സ്ഥിതിക്ക്. അപ്പോൾ അത് കൊടുത്തതെന്ന് വെച്ചാൽ കുറേ ആയി കൊടുത്തിട്ട് എന്തായാലും കൊടുത്തില്ല. അടുക്കൾക്ക് കൊടുക്കാം. അൻസു ഫാറ്റി 80 നമ്മുടെ അൻസു ഫാറ്റി ഫസ്റ്റിലായിരുന്നു. അപ്പോൾ നമ്മളെന്താ ക്യാപ്റ്റനെ മാറ്റാണ്. പെനാൽറ്റി കുഴപ്പമില്ല, ഫ്രീ കിക്കും കുഴപ്പമില്ല. അങ്ങോട്ട് അൻസു ഫാറ്റി. ഓക്കെ, നമ്മളുടെ എന്താ ക്യാപ്റ്റനല്ലേ സെറ്റായിട്ടുണ്ട്. ഈ മാച്ച് ഞാൻ സ്കിപ്പ് ചെയ്യാണ്. വലിയ ഇമ്പോർട്ടൻ്റാണ് അല്ലെന്നല്ല, പക്ഷെ വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നുമില്ല. മാച്ച് ജയിച്ചേ പറ്റൂ കാര്യം. പക്ഷെ ചെറിയ ടീമായതുകൊണ്ടാണ്. ഉണ്ടാവും ഒരേ പോയിൻ്റ് തന്നെയാണ് നമുക്കുള്ളത്, റയലിനും നമുക്കും. ഇപ്പം എന്ന് വെച്ചാൽ അടുത്ത ക്വാർട്ടർ ഫൈനലിന് മുമ്പ്. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൽ നമ്മൾ അധികം കളിക്കില്ല.
ഗെയിംസ് ഒന്നും. എന്തായാലും നമുക്ക് കുറച്ച് മാച്ച് എന്തായാലും കളിക്കണം, രസം ഉണ്ടാവില്ലല്ലോ അല്ലെങ്കിൽ. നമ്മളെന്തായാലും ലാലിഗയിൽ ഇനി അങ്ങോട്ട് ഫാറ്റി നടക്കാൻ പോവാണ്. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മളെന്തായാലും റൗണ്ട് ഓഫ് 16 ലാസ്റ്റ് എത്തുമ്പോഴത്തേക്കും കുറേ നേരം എടുക്കുമല്ലോ. റാഷ്ഫോർഡ് ഉണ്ടോ? റാഷ്ഫോർഡ് ഉണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞൂടാ. ക്യാപ്റ്റൻ പെഡ്രി, യാമിൻ യമാൽ ഒക്കെ ബാക്ക് ചെയ്യാനാ. എല്ലാവരും കീപ്പറെ ചെയ്യുന്നു. അൻസു മെസ്സിൻ്റെ ജേഴ്സി ഇട്ടിട്ട് ഗോളടി. അത്രയല്ല, അൻസു ഫാറ്റിൻ്റെ മുമ്പിൽ ഒരു കീപ്പറും നിൽക്കില്ല. അതുപോലത്തേക്കാണ് ഗുഡ്. നല്ല സൈഡ് ഗാർസിയ ബാക്ക് പാസ് ഇട്ടിട്ട് അഞ്ച് ബാക്കുവോ എവിടെ പോയി? ഗോളാണ്. ഇല്ല, അറിയാൻ അത്യാവശ്യം ടഫായിട്ടുള്ള അടികളാണ്. നമുക്ക് എന്തിനു എന്തായാലും ജയിച്ച് വെക്കുക. കുവാർസി കുറച്ച് ഇറങ്ങട്ടെ, അവൻ കുറച്ച് ഗ്രോപ്പ് ആയാൽ അടുത്ത സീസണിൽ പേടിക്കാനില്ല. പിന്നെ ഹീറ്റർ ഫോർഡ് ഇറങ്ങട്ടെ. ഞാൻ ഒരു ചേഞ്ചസും വരുന്നില്ല. യമാൽ കുറച്ച് റെസ്റ്റ് എടുക്കാം. യമാൽ കുറേ ആയിരുന്നില്ല, അങ്ങനെ ഇറങ്ങുന്നില്ല. വലിയ 4 ഗോളെല്ലാം അടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ഹീറ്റർ ഫോർഡിൻ്റെ ഗോളും കൂടി 4ആയി. അതായത് 4 ഗോൾ അടിച്ച് നിൽക്കുമല്ല. നമുക്ക് എന്തായാലും ഒരു മാറ്റം എത്തിക്കാം. സമൂനിറക്കാം. കുറച്ച് ഗ്രോപ്പാകട്ടെ. ഗ്രോപ്പായാലും പ്രശ്നമാണ്. നമ്മളുടെ റാഷ്ഫോർഡിന് അനക്കൊരു കുഴപ്പമില്ല, എനിക്ക് ലാഭം മാത്രം. അടുത്ത സീസണിൽ ഞാൻ ടിസ്റ്റ് വെച്ചിട്ടുണ്ട്. സീസൺ ഹാഫാകുമല്ലോ, സീസൺ തുടക്കത്തിലായിരിക്കും ആ ടിസ്റ്റ് നിങ്ങൾ അറിയാൻ പോകുന്നത്. ഈ മാച്ച് എന്തായാലും സ്കിപ്പ് ചെയ്യുകയാണ്. മാർക്കസ് റാഷ്ഫോർഡ്, അൻസു ഫാറ്റി, ലാമിൻ യമാലും ഗോളടിച്ചു. ബാർസ ലാലിഗയും കൊണ്ടേ പോകും, അത്രയേ ഉള്ളൂ. നമ്മളിങ്ങനെ ക്യാപ്റ്റൻ ഇങ്ങനെ മാറ്റുമ്പോൾ രസമില്ലല്ലോ. പക്ഷെ അറ്റാക്കും കൂടുണ്ട്, ഈ മിഡ്ഫീൽഡ് നന്നാവുന്നത്. ക്യാപ്റ്റൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. വേണൂറുണ്ട് സമൂഹം ഓർക്കേണ്ടതിനോടാ, ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ടല്ലോ. ഒറ്റ പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ നമ്മൾ ടോപ്പിലെത്തി. പക്ഷേ എങ്കിൽ നമ്മളധികം ടീമും പൊട്ടിക്കടാ. സിറ്റി അയച്ചിട്ട് 8ാം സ്ഥാനം വരെയുള്ള സിറ്റി അയച്ചിട്ട് നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാവരും പൊട്ടിക്ക്. ജോയിൻ്റെസം സിറ്റി അയച്ച് നിർത്തിയാൽ ബാക്കിയുള്ള എല്ലാവരും പൊട്ടിക്ക്. എങ്ങനെ പൊട്ടാനാ? അമ്മാതിരി സ്ട്രൈക്കറല്ലേ ഓൽക്കുള്ളേ. നമ്മളെന്തായാലും സെമി അടുക്കും, നമുക്ക് ഉറപ്പുണ്ട്. സെൽട്ട ഡിഫിഗോക്കെതിരെ നമ്മളെന്തായാലും കളിക്കും. ആ മാച്ച് വരെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. അല്ലാണ്ട് ഈ സ്കോഡും കൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ സമൂഹം നല്ലോണം ഗ്രോപ്പാവും. അപ്പോഴത്തേക്ക് നമ്മളെന്തായാലും സമൂഹക്ക് പകരമായിട്ട് ഒരാളെ മാറിപ്പോകും, ഉറപ്പാണ്. ആ ഒരു ട്വിസ്റ്റ് നിങ്ങളറിയാൻ നിങ്ങൾക്ക് ഭയങ്കര ഒരു ആകാംക്ഷ. അത് ഞാൻ അവിടെ തന്നെ വെക്കണം. അത് ഞാൻ എന്തായാലും ക്ലൂ വരാം. നമ്മൾ ഒരു ഫോർവേഡിന് സൈൻ ചെയ്യാൻ പോവാണ്. പണ്ടുള്ളയാണ് പോയതാണ്. വലിയ സീസണില്ല,
നല്ലോണം നടന്ന് കളിച്ചിട്ട്. പക്ഷെ പിന്നെ അങ്ങോട്ട് ആളെ കാര്യത്തിലും കഷ്ടം. അതിനെന്തായാലും വിചാരിക്കുന്നത് ആരോടെല്ലാവർക്കറിയാം. ഓൾമോസ്റ്റ് നിങ്ങൾ പറഞ്ഞ ഓൾമോസ്റ്റ് ശരിയായിരിക്കും. ഒരാളായിരിക്കും സൈൻ ചെയ്യാൻ പോകുന്നത്. അതിൽ ഒരാൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സംശയിക്കും. റാഫാവോ അതിലാണോ ഫുള്ള് ഇറങ്ങിയിട്ട് കാശോട് ഇറങ്ങിയപ്പോൾ നല്ലോണം കളിച്ചു തുടങ്ങിയിട്ട്. നല്ലോണം കളിക്കട്ടെ ചങ്ങായി. യാമിൻ യമാൽ ടോറസിനെ കൊണ്ട്, പക്ഷെ ടോറസ് ഗ്രൂപ്പുമായി നമുക്ക് നമ്മുടെ ടോറസ് റൈറ്റ് കളിച്ചോട്ടെ. സ്ട്രൈക്കേഴ്സിൽ രണ്ടാൾക്കാർ ഇപ്പോൾ വെച്ചിട്ടുണ്ട്. നമ്മളെ ടീം എന്തായാലും ലാലിഗ കൊണ്ടേ പോകും. പക്ഷേ ട്രോഫിയും കൊണ്ടേ പോകുള്ളൂ. ട്രോഫി ഉണ്ടല്ലോ പോലെ ഇപ്പോൾ ഞാൻ വിചാരിച്ചായിരുന്നു മാർക്കസിനേക്കാൾ കൂടുതൽ ചാൻസ് മറ്റേ എനിക്കറിയാം അവർക്ക് റാഫീനയ്ക്ക്. പക്ഷെ റാഫീനെ കൂടുതൽ അസിസ്റ്റാണ് ചെയ്തത്. പക്ഷെ ചങ്ങായി നല്ലോണം കളിച്ച് കിട്ടുക. റാഫീനിയ സീനാ. മാർക്കസ് 14 മാച്ച് കൊണ്ട് 18 ഗോൾ കോൺട്രിബ്യൂഷൻ നല്ലത് തന്നെ. പിന്നെ റാഫീന സീനാട്ടോ. അവനൊരു ക്യാപ്റ്റൻ തന്നെയാണ്. പക്ഷെ അടുത്ത സീസണിൽ തന്നെ ക്യാപ്റ്റനെ മാറ്റും. വരാൻ പോകുന്ന ആൾ അത്ര നിസ്സാരക്കാരനല്ല. ഈ മാച്ച് സ്കിപ്പ് ചെയ്യാൻ. റാഫീനിൻ്റെ 2 ഗോൾ സീന്. ഞാൻ പറഞ്ഞല്ല റാഫീന പൊളിയാണ്. ഇറ്റ്സ് ടൈം ഫോർ പ്ലേ. ഇത് ജയിച്ച സെമി എത്തും ക്വാർട്ടർ ആയതുകൊണ്ട് തന്നെ. പക്ഷെ സെമിയിൽ എടുക്കാൻ കുറച്ച് കഷ്ടപ്പാടായിരിക്കും. അത്ലറ്റിക്കോ മാഡ്രിഡ് അല്ലെങ്കിൽ റയൽ മാഡ്രിഡ് ആയിട്ടാണെങ്കിൽ സത്യമായിട്ട് ഈ ടീമിനൊരു ട്രോഫിയും കൂടി അർഹതയുള്ള എന്തായാലും ഈ സീസണിനുള്ളിൽ അവിടെ 2 ട്രോഫി എടുക്കും. ഒന്ന് ഓൾറെഡി എടുത്തു. രണ്ടാമത്തെ ലാലിഗ ആവാം, സൂപ്പർ കപ്പ് ആവാം. ലാലിഗ കിട്ടുന്നില്ല. നമ്മൾ ഗോളടിക്കുന്നതിന് കൂട്ടാം. ലാമിൻ യമാൽ യെല്ലോ കാർഡെല്ലാം വാങ്ങിച്ച് വിറ്റിരിക്കുന്നതാണ്. അത് കളിക്കാൻ മൂടില്ല. Pedri is running man. രണ്ട് ക്യാപ്റ്റൻ ഉണ്ട്. റാഫിന് ക്യാപ്റ്റൻ മെറ്റീരിയൽ ഉണ്ട്. പെഡ്രി അത്ര മോശമല്ല. നോ മാൻ. ഞാൻ വിചാരിച്ചു ഓക്കെ. നമ്മുടെ യമാലോട്ട് പോയോ നമുക്കറിയണ്ട. റാഫീനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. യാമിൻ യമാൽ യമാലല്ലേ ഇത്? യമാലെ പാസ് കൊടുക്ക്. റാഫീനിക്ക് ബാക്ക് പാസ് കൊടുത്തു. അതാ നോക്കുന്നല്ലേ. എന്തായാലും ലീഡ് പിടിക്കുന്നില്ല. അതെന്തായാലും ഗോളാവുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഓൻ്റെ റേറ്റിങ്ങൊക്കെ കൂടിക്കൊക്കെ വിചാരിച്ച് കളിച്ചു. റേറ്റിംഗ് അങ്ങനെ കുറയല്ലേ.
സോക്കർ കാര്യം കളിക്കുന്നവരാകുമ്പോൾ ഗോൾ അത്രയുള്ള യമാലും ഗോളടിച്ച്. പക്ഷെ റാഫീനാണ് മാൻ ഓഫ് ദ മാച്ച്. റാഫീനെ അതിൻ്റെ പൊന്നെ പെഡ്രി 8, റാഫീൻ 8, യമാൽ 8, മാർക്കസ് റാഷ്ഫോർഡ് 8. ഇപ്പോഴത്തെ ആൾക്കാർക്ക് കളിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കും അവർക്ക് റേറ്റിംഗ് കുറവാണ്. 2 more matches man. എന്തായാലും കുറേ ലേറ്റായി. ഇനി നമുക്ക് ഈ മാച്ചും കൂടി സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. റഫ ഓ മാൻ നമ്മുടെ നവംബർ 6 ആസ്റ്റൺ വില്ലയ്ക്ക് കുറച്ച് ടഫായിരിക്കും. നല്ല അടുത്ത എപ്പിസോഡിൽ ഒരു മാരക എപ്പിസോഡായിരിക്കും. ബിക്കോസ് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഈ സീസൺ എൻഡ് ചെയ്യും. നമ്മൾ ഇനി കുറച്ച് മാച്ചും കൂടെ ഉള്ളൂ. വേണ്ടി വേണ്ടിയിട്ടാണ് ഞാൻ വേഗം പോകുന്നത്. ഈ സീസൺ കഴിയുമ്പോഴേക്കും റാഫീനൊക്കെ ഡിസേർവ് ആകുന്ന സംഭവമുണ്ട്. റാഫീനൊക്കെ മാത്രമല്ല, റാഷ്ഫോർഡിനായാലും ഫെഡ്രിക്കായാലും ഡിയോങ്ങിനായാലും സമൂക്കായാലും യാമിൻ യമാലിന് വരെ അത് കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ടീമിലെ ഭൂരിഭാഗം ആൾക്കാർക്കും അത് ഡിസേർവ് ആയിട്ടുണ്ട്. 100 ഗോൾ അടിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 100 ഗോൾ എന്ന ഇത് 27 മാച്ച് കഴിഞ്ഞല്ലേ. നെക്സ്റ്റ് സീസൺ ഈസ് എൻഡ് ഓഫ് എറ. അതായത് നമ്മളുടെ ഒരു പെണ്ണൊട്ടും മാച്ച് കളിച്ചില്ല. ബാക്കിയുള്ള ആൾക്കാരെല്ലാം അവിടെ പെണ്ണയച്ച് ബാക്കി എല്ലാവരും മാച്ചസ് കളിച്ച് കിട്ടാം. അതായത് അടുത്ത എപ്പിസോഡിലേക്ക് പെണ്ണയ്ക്ക് ഞാനൊന്നും കിട്ടാൻ പോകുന്നില്ല. പെണ്ണയ്ക്ക് ഇനി ചാൻസും കിട്ടാൻ പോകുന്നില്ല ഇനി അങ്ങോട്ട്. ഓക്കെ, അതായത് ഈ എപ്പിസോഡ് എൻഡ് ചെയ്യാം. എല്ലാവരും നല്ലൊരു ഗ്രോപ്പ് ആയിട്ടുണ്ട്. വേണമല്ലോ 70 പോയി. യാമിൻ യമാൽ എടുത്തടേ. ഇതാ ഇവിടെ ഉണ്ടല്ലോ. ഓതാ അങ്ങനെ 87 അല്ല കേട്ടോ. നല്ലോണം ഗ്രോപ്പ് ആയിട്ടുണ്ട്. ടീമിൽ ഏറ്റവും ഹയസ്റ്റ് റേറ്റിംഗ് ആരാ? കുറേ ഹയസ്റ്റ് റേറ്റേഴ്സ് ഉണ്ട്. പെഡ്രി ഉണ്ട്, ഡിയോങ് ഉണ്ട്, അറവ് ഉണ്ട്, യമാലുണ്ട്, കുണ്ടയുണ്ട്, റാഫീനയും ഉണ്ട്. എന്താ ഈ എപ്പിസോഡ് എൻ്റെയാണ്. ബൈ ബൈ.